ഒരിടത്ത് നമ്മുടെ കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും തെളിനീരൊഴുകുന്ന പുഴകളും മനോഹരമായ കായലുകളും ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ ആളുകൾക്ക് കലയോടും കഥകളോടും വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ ഒരു പ്രത്യേക കലാരൂപം ഉണ്ടാക്കിയെടുത്തു, കഥകളി. കഥകളി എന്നാൽ കഥകളുടെ കളി എന്നാണ് അർത്ഥം. ഇത് വെറും നൃത്തം മാത്രമല്ല, പാട്ടുകളും വാദ്യോപകരണങ്ങളുടെ ശബ്ദവും മനോഹരമായ ചമയവും വേഷവിധാനവും ചേർന്ന ഒരു വലിയ കലയാണ്. ഇതിൽ നർത്തകർ അവരുടെ ചലനങ്ങളിലൂടെയും മുഖത്തെ ഭാവങ്ങളിലൂടെയും കഥകൾ അഭിനയിച്ച് കാണിക്കുന്നു. കഥകളി എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് പല കഥകളും പറയപ്പെടുന്നുണ്ട്. പണ്ടുകാലത്ത് കേരളത്തിൽ പലതരത്തിലുള്ള നാടൻ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. രാമനാട്ടം, കൃഷ്ണനാട്ടം തുടങ്ങിയവ അതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. ഈ കലാരൂപങ്ങളിൽ നിന്നാണ് കഥകളി രൂപം കൊണ്ടതെന്നാണ് പലരും വിശ്വസിക്കുന്നത്. രാമനാട്ടത്തിലെ കഥാപാത്രങ്ങളുടെ വേഷവിധാനത്തിലും ചമയത്തിലും വന്ന മാറ്റങ്ങളും അഭിനയ രീതിയിലുണ്ടായ പ്രത്യേകതകളും ചേർന്നാണ് കഥകളിക്ക് ഇന്നത്തെ രൂപം ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. വള്ളത്തോൾ നാരായണ മേനോൻ, കലാമണ്ഡലം കൃഷ്ണൻ നായർ തുടങ്ങിയ മഹാന്മാരായ കലാകാരന്മാർ കഥകളിയെ ലോകമെമ്പാടും പ്രശസ്തമാക്കി. കഥകളിയിലെ കഥകൾ കൂടുതലും പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നുമാണ് എടുക്കുന്നത്. രാമായണം, മഹാഭാരതം, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും കഥകളിയിലൂടെ മനോഹരമായി അവതരിപ്പിക്കുന്നു. കഥകളിയിലെ നർത്തകർക്ക് അവരുടെ കഥാപാത്രങ്ങളെ നന്നായി മനസ്സിലാക്കിയിരിക്കണം. ഓരോ കഥാപാത്രത്തിന്റെയും സ്വഭാവം, അവരുടെ വികാരങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നിവയെല്ലാം അവർ പഠിച്ചിരിക്കണം. ഈ അറിവാണ് അവരെ കഥാപാത്രമായി മാറാനും അത് അഭിനയത്തിലൂടെ കാണികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും സഹായിക്കുന്നത്. കഥകളിയിലെ വേഷവിധാനങ്ങൾ വളരെ വലുതും ഭംഗിയുള്ളതുമാണ്. ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ പ്രത്യേക വേഷവിധാനവും ചമയവും ഉണ്ടാകും. നല്ല കഥാപാത്രങ്ങൾക്ക് പച്ച നിറത്തിലുള്ള മുഖം, തിളങ്ങുന്ന കിരീടം എന്നിവയായിരിക്കും വേഷം. ദുഷ്ട കഥാപാത്രങ്ങൾക്ക് കറുപ്പ്, ചുവപ്പ് തുടങ്ങിയ നിറങ്ങളിലുള്ള ഭീകരമായ ചമയമായിരിക്കും ഉപയോഗിക്കുക. കഥകളിയിലെ ചമയം ഒരു ദിവസം മുഴുവൻ എടുത്തു ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. മുഖത്ത് പലതരം ചായങ്ങൾ തേക്കുകയും പ്രത്യേക രീതിയിലുള്ള വെളുത്ത ചുട്ടി മുഖത്ത് വെക്കുകയും ചെയ്യും. ഇത് കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക രൂപം നൽകുന്നു. തലയിൽ വെക്കുന്ന കിരീടങ്ങളും ശരീരത്തിലെ ആഭരണങ്ങളും വളരെ ആകർഷകമാണ്. കഥകളിയിലെ സംഗീതം വളരെ പ്രധാനപ്പെട്ടതാണ്. ചെണ്ട, മദ്ദളം, ഇടക്ക, ചേങ്ങില തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് ഇതിന് അകമ്പടി നൽകുന്നത്. ഈ വാദ്യങ്ങളുടെ ശബ്ദം കഥയിലെ ഓരോ രംഗത്തിനും ഒരു പ്രത്യേക മൂഡ് നൽകുന്നു. പാട്ടുകൾ കൂടുതലും കഥയിലെ സംഭാഷണങ്ങളെയും സംഭവങ്ങളെയും വിവരിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. കഥകളിയിലെ നർത്തകർ സംസാരിക്കില്ല. അവർ അവരുടെ കൈകളുടെ ആംഗ്യങ്ങളിലൂടെയും മുദ്രകൾ, മുഖത്തെ ഭാവങ്ങളിലൂടെയും അഭിനയം, ശരീര ചലനങ്ങളിലൂടെയുമാണ് കഥ പറയുന്നത്. ഈ മുദ്രകൾക്ക് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഉദാഹരണത്തിന്, പൂവിനെ കാണിക്കാൻ ഒരു പ്രത്യേക മുദ്ര, കരയാൻ മറ്റൊരു മുദ്ര എന്നിങ്ങനെ. മുഖത്തെ ഭാവങ്ങൾ കഥകളിയുടെ പ്രധാന ആകർഷണമാണ്. നർത്തകർക്ക് അവരുടെ കണ്ണുകളും പുരികങ്ങളും ചുണ്ടുകളും ഉപയോഗിച്ച് പലതരത്തിലുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും. സന്തോഷം, ദുഃഖം, ദേഷ്യം, സ്നേഹം, അത്ഭുതം തുടങ്ങി എല്ലാ വികാരങ്ങളും അവരുടെ മുഖത്ത് മിന്നിമറയും. കഥകളി പഠിക്കാൻ ഒരുപാട് വർഷത്തെ പരിശീലനം ആവശ്യമാണ്. നർത്തകർ അവരുടെ ശരീരം വളരെ വഴക്കമുള്ളതാക്കുകയും ഓരോ ചലനവും കൃത്യതയോടെ ചെയ്യാനുള്ള കഴിവ് നേടുകയും വേണം. അതുപോലെ കഥകളും കഥാപാത്രങ്ങളും മുദ്രകളും ഭാവങ്ങളും അവർക്ക് നന്നായി അറിയണം. കഥകളിയിലെ ഓരോ രംഗവും വളരെ ശ്രദ്ധേയമാണ്. ചിലപ്പോൾ അത് യുദ്ധത്തിന്റെ രംഗമായിരിക്കും, മറ്റു ചിലപ്പോൾ സ്നേഹത്തിന്റെയോ ദുഃഖത്തിന്റെയോ രംഗമായിരിക്കും. ഓരോ രംഗവും അതിൻ്റെതായ പ്രത്യേകതകളോടെയും ഭംഗിയോടെയും അവതരിപ്പിക്കുന്നു. പണ്ടുകാലത്ത് കഥകളി രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രകടനമായിരുന്നു. വിളക്കുകളുടെ വെളിച്ചത്തിൽ പുരാണ കഥാപാത്രങ്ങൾ ജീവസ്സുറ്റ രൂപത്തിൽ അരങ്ങിൽ വരുമ്പോൾ കാണികൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ഇന്ന് സമയം കുറഞ്ഞ രൂപത്തിലും കഥകളി അവതരിപ്പിക്കാറുണ്ട്. കഥകളി കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക ചിഹ്നമാണ്. ഇത് നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തെയും കലയെയും ലോകത്തിന് പരിചയപ്പെടുത്തുന്നു. ഓരോ കഥകളി കലാകാരനും അവരുടെ പ്രകടനത്തിലൂടെ ഈ പൈതൃകം കാത്തുസൂക്ഷിക്കുന്നു. കുട്ടികളെ, കഥകളി വെറും ഒരു നൃത്തരൂപം മാത്രമല്ല, അതൊരു വലിയ കഥയാണ്. അത് നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അടയാളമാണ്. ഇതിലെ ഓരോ ചലനവും ഓരോ ഭാവവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കഥകളി പ്രകടനം കാണാൻ അവസരം ലഭിച്ചാൽ അത് തീർച്ചയായും നഷ്ടപ്പെടുത്തരുത്. ആ വലിയ ചമയവും വേഷവിധാനവും വാദ്യങ്ങളുടെ ശബ്ദവും നർത്തകരുടെ അഭിനയവും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നമ്മുടെ ഈ പുരാതന കലയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിക്കണം. കഥകളി ഇന്നും ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാണ്. ചെറുപ്പക്കാർ ഇത് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നു. പുതിയ തലമുറയിലെ കലാകാരന്മാർ ഈ കലയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു. ഓരോ കഥകളി കലാകാരനും അവരുടെ ഗുരുക്കന്മാരിൽ നിന്ന് ഈ അറിവ് നേടുകയും അത് അവരുടെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഗുരു-ശിഷ്യ ബന്ധത്തിലൂടെയാണ് ഈ കലയുടെ തനിമയും പവിത്രതയും നിലനിർത്തുന്നത്. കഥകളിയിലെ കഥാപാത്രങ്ങൾ നല്ലതും ചീത്തയും ഉണ്ടാകും. നല്ല കഥാപാത്രങ്ങൾ ധർമ്മത്തെയും നീതിയെയും പ്രതിനിധീകരിക്കുന്നു. ദുഷ്ട കഥാപാത്രങ്ങൾ തിന്മയുടെയും അസൂയയുടെയും പ്രതീകമാണ്.
ഈ കഥകളിലൂടെ നമുക്ക് നല്ല കാര്യങ്ങൾ പഠിക്കാനും ചീത്ത കാര്യങ്ങൾ ഒഴിവാക്കാനും സാധിക്കുന്നു. കുട്ടികളെ, നിങ്ങൾക്കും കഥകളി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു നല്ല ഗുരുവിനെ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവവും അറിവും നൽകും. നമ്മുടെ ഈ മനോഹരമായ കലയെ നിങ്ങൾ എന്നും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. കഥകളി നമ്മുടെ കേരളത്തിന്റെ ഹൃദയമാണ്. ഈ കലയിലൂടെ നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും പ്രകാശിക്കുന്നു. ഓരോ കഥകളി കലാകാരനും ഈ ദീപം കെടാതെ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ മനോഹരമായ കലയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുക, അതിനെ സ്നേഹിക്കുക, അതിനെ ബഹുമാനിക്കുക. ഇതാണ് കഥകളി നൃത്തത്തിന്റെ കഥ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഈ പുരാതന കല എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കട്ടെ.